കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് ദൈവജനം ക്രിസ്തു സമൂഹം എന്ന വിഷയത്തെ പറ്റിയാണ്. പീപ്പിൾ ഓഫ് ഗോഡ്, ഫ്ലോക്ക് ഓഫ് ക്രൈസ്റ്റ്. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം ഒരു ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തോട് ചിത്രീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് നാം ഇന്ന് പഠിക്കുന്നത്. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായ്ക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടു ഓടിപ്പോകും. ഈ സാദൃശ്യം യേശു ജനത്തോട് പറഞ്ഞു. നാം ഈ വായിച്ചു കേട്ട വേദഭാഗത്തിൽ ആടുകൾ എങ്ങനെയാണ് ഇടയനെ തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് എന്നാണ്. അത്രമാത്രം ബന്ധമുള്ളപ്പോൾ മാത്രമേ ആടുകൾ ഇടയനെ തിരിച്ചറിയൂ. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ആടുകളെ പോലെയാണ്. നമ്മുടെ ഇടയനായ കർത്താവായ യേശുക്രിസ്തുവിനെ നാം തിരിച്ചറിയണം. ഈ ലോകമാകുന്ന ആലയിൽ ആടുകളായ നാം ആയിരിക്കുമ്പോൾ നമ്മെ മേയിക്കുന്ന ഇടയനെ, ആ സത്യദൈവത്തെ നാം തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത ഈ ആടുകളെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് യേശുതമ്പുരാൻ സംസാരിക്കുകയാണ്. ആട്ടിൻതൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. യേശു അങ്ങനെ പറഞ്ഞപ്പോൾ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കടന്നു കയറിയ കള്ളനും കവർച്ചക്കാരനുമായ പിശാചിനെ പറ്റിയാണ് സംസാരിച്ചത്. പിശാച് എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ ആടുകളായ മാനവജാതിയെ മുഴുവൻ പാപത്തിലാഴ്ത്തി നിത്യനാശത്തിലേക്ക് അവരെ കൊണ്ടുപോയി. വിശുദ്ധ ബൈബിൾ പറയുന്നു, അറുക്കാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമല്ലാതെ പിശാച് വരുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നതോ അവർക്ക് ജീവൻ കൊടുക്കുവാനാണ്, അത് സമൃദ്ധിയായി കൊടുക്കുവാനാണ്, നിത്യജീവൻ. യേശു, ആ നല്ല ഇടയൻ, തൻ്റെ ആടുകളായ ജനങ്ങളെ തിരക്കി അവരെ രക്ഷിക്കുവാൻ ഈ ഭൂമിയാകുന്ന ആലയിലേക്ക് വന്നു. പ്രവചനങ്ങളുടെ നിവൃത്തിയായി കാലത്തികവെങ്കിൽ അവൻ കന്യകയിൽ ഉരുവായി ദാവീദ് രാജാവിൻ്റെ കുലത്തിൽ യഹൂദ ഗോത്രത്തിൽ ബെത്ലഹേം എഫ്രാത്തയിൽ അവൻ ജനിച്ചു. അവനാണ് ആടുകളുടെ നല്ല ഇടയൻ. അവനാണ് സാക്ഷാൽ ഇടയൻ. അവൻ ആ ആടുകളെ, ആ ജനങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു. കാരണം ആ ആടുകൾ അവൻ്റേതാണ്. അവൻ്റെ സ്വരൂപവും മേലെഴുത്തുമാണ് അവരിലുള്ളത്. പ്രവാചകനായ യെശയ്യാവ് പ്രവചനമായി പറയുന്നു, ഇതാ ആ രാജാവ് ബലശാലിയായി വരുന്നു. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവൻ്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ദൈവരാജ്യത്തിൽ തൻ്റെ ജനങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന
ആ മഹൽ സ്നേഹത്തെയാണ് യെശയ്യാവ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്. ഒരു ഇടയൻ തൻ്റെ ആടുകളെ എപ്രകാരമാണോ സ്നേഹിക്കുന്നത്, പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത്, അതുപോലെയാണ് ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും. ആടുകൾക്ക് ഒരു ഇടയൻ അത്യാവശ്യമാണ്. കാരണം ആടുകൾക്ക് സ്വയം പ്രതിരോധിക്കുവാനുള്ള ശക്തിയില്ല, കഴിവില്ല. They have no natural defenses. They are weak and frail. They need a shepherd to lead them. അതുപോലെ തന്നെയാണ് മനുഷ്യരും. ദൈവത്തെ കൂടാതെ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അത് നാം മനസ്സിലാക്കണം. ദൈവത്തിനതറിയാം. അതുകൊണ്ടാണ് ദൈവം നമ്മോടുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്നത്. നമ്മെ സ്നേഹിക്കുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ ദൈവം പ്രിയപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. നമ്മോടുള്ള ആ കൂട്ടായ്മ ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നാം ആ കൂട്ടായ്മയിലേക്ക് വരുമോ? ഇടയനുള്ളപ്പോൾ മാത്രമേ ആടുകൾക്ക് ഒരുമിച്ച് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഇടയന് എന്തെങ്കിലും സംഭവിച്ചാൽ ആടുകളെല്ലാം നാനാവഴിക്കും ചിതറിപ്പോകും. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു പ്രവചനവാക്യമുണ്ട്: ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകും. സഖറിയ ചാപ്റ്റർ 13 വേഴ്സ് 7. ഈ പ്രവചനമാണ് യേശുക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് ഒരിക്കൽ ശിഷ്യന്മാരോട് ഉദ്ധരിച്ചത്. അത് സംഭവിക്കുകയും ചെയ്തു. ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാം നാനാവഴിക്കും ചിതറിപ്പോയി. പ്രിയ സഹോദരങ്ങളെ, സാധാരണഗതിയിൽ ഒരാട് കൂട്ടം തെറ്റിപ്പോകാറില്ല. ഷീപ്പ് ഹാവ് എ വെരി സ്ട്രോങ് ഫ്ലോക്ക് ഇൻസ്റ്റിങ്ക്റ്റ്. ഏതെങ്കിലും ഒരു ആടിനെ കാണാതെ പോയാൽ അതിന് എന്തെങ്കിലും അപകടം സംഭവിച്ചതാകാം, അല്ലെങ്കിൽ രോഗം പിടിച്ചോ ക്ഷീണിച്ച് നടക്കുവാൻ വയ്യാതെ എവിടെയെങ്കിലും കിടക്കുന്നതാകാം. എന്നാൽ ഒരു നല്ല ഇടയൻ അതിനെ അന്വേഷിച്ചിറങ്ങും. കണ്ടെത്തുന്നിടം വരെ അന്വേഷിക്കും. കണ്ടെത്തിയാൽ അതിനെ തൻ്റെ ഭുജങ്ങളിലെടുത്ത് മാറോട് ചേർത്തണച്ച് അതിനെ ശുശ്രൂഷിക്കും, സംരക്ഷിക്കും. അതുപോലെയാണ് ആടുകളായ നാം ഓരോരുത്തരും. നമുക്ക് ഒരു നല്ല ഇടയനുണ്ട്. ആ ഇടയൻ്റെ കൂട്ടായ്മയിലാണ് നാം ആയിരിക്കേണ്ടത്. അങ്ങനെ ആ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം വന്നാൽ, നാം നഷ്ടപ്പെട്ടു പോയാൽ, കാണാതെ പോയാൽ, രോഗം പിടിച്ച് ക്ഷീണാവസ്ഥയിലായാൽ, നമ്മുടെ പ്രയാസവേളകളിൽ ആ നല്ല ഇടയൻ നമ്മെ തേടിയെത്തും. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ്റെ കൈക്കലെ അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. നിങ്ങളിന്ന് അവൻ്റെ ആ ശബ്ദം കേൾക്കുമോ? ഇവിടെ വേഴ്സ് 3 നാം വായിച്ചിരുന്നു, ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായ്ക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന ആട്. എങ്ങനെയാണ് ഇടയൻ്റെ ശബ്ദം ആട് തിരിച്ചറിയുന്നത്? ഇടയനുമായിട്ടുള്ള ആ പേഴ്സണൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് മൂലമാണ് ഇടയനെ ആടുകൾ തിരിച്ചറിയുന്നത്, ശബ്ദം തിരിച്ചറിയുന്നത്. ഇത് അന്യൻ്റെ ശബ്ദമല്ല, എൻ്റെ ഇടയൻ്റെ തന്നെ ശബ്ദമാണെന്ന് ആടുകൾ മനസ്സിലാക്കുന്നു. ഒരു ഇടയന് 50 മുതൽ 100 വരെ ആടുകളുണ്ടാകാം. ഈ ആടുകളുടെ ഓരോ സ്വഭാവവും അതിൻ്റെ രീതികളും ഒക്കെ അനുസരിച്ചാണ് ഈ ഇടയന്മാർ
അതിന് തക്ക പേരിടുന്നത്, പെറ്റ് നെയിംസ് ഇടും. ആ പെറ്റ് നെയിം വെച്ചാണ് ഈ ഇടയന്മാർ ആടുകളെ വിളിക്കുന്നത്. അപ്പോൾ ഇടയൻ്റെ ശബ്ദം ഈ ആട് മനസ്സിലാക്കുന്നു, എന്നെയാണല്ലോ ഈ വിളിക്കുന്നത്, ഇത് എൻ്റെ ഇടയനാണല്ലോ എന്ന് മനസ്സിലാക്കും. അതായത് ദിസ് സിഗ്നിഫൈസ് ദ പേഴ്സണൽ ആൻഡ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള ആ സുദൃഢമായ ബന്ധമാണ്. അത് ആ കൂട്ടായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്, സഹവാസത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നാം യേശുക്രിസ്തുവാകുന്ന നമ്മുടെ നല്ല ഇടയനോട് ചേർന്നിരിക്കുമ്പോൾ, അവനുമായി കൂട്ടായ്മയിലായിരിക്കുമ്പോൾ അവൻ്റെ ശബ്ദം കേൾക്കുവാൻ, തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. ആരാണ് എൻ്റെ ഇടയൻ? ഈ ശബ്ദം എൻ്റെ ഇടയൻ്റേതാണോ എന്ന് തിരിച്ചറിയുവാൻ അന്നേരമാണ് നമുക്ക് കഴിയുന്നത്. ഇവിടെ ഈ ശബ്ദം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യഥാർത്ഥ ഇടയനായ അല്ലെങ്കിൽ സത്യദൈവമായ യേശുക്രിസ്തുവിൻ്റെ ആ ശബ്ദമാണ്. അതെങ്ങനെയാണ് മറ്റ് ശബ്ദങ്ങളിൽ നിന്നും നാം തിരിച്ചറിയേണ്ടത്? എന്താണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്? അത് മറ്റു പാഷാണ്ഡോപദേശങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, വ്യർത്ഥമായ കർമാദികളിൽ നിന്നും ഒക്കെയും നമുക്ക് തിരിച്ചറിയുവാൻ അങ്ങനെയുള്ള ഒരു വിവേചന ശക്തി നമുക്കുണ്ടാകണം. വിവേചിച്ചറിയണം ആരാണ് സത്യദൈവം, എന്താണ് ആ സത്യദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതറിയണമെങ്കിൽ അവനുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് സാധ്യമാകുന്നത്. ആ കൂട്ടായ്മയാണ് ഏറ്റവും അഭികാമ്യം. അങ്ങനെ ആ ഫെലോഷിപ്പ് ഉള്ളിടത്ത് മാത്രമാണ് സത്യദൈവത്തെ മനസ്സിലാക്കുവാനും മറ്റ് പാഷാണ്ഡോപദേശങ്ങളെ, ഫോൾസ് ടീച്ചിങ്സ്, അതുപോലെ ഫോൾസ് പ്രോഫറ്റ്സ്, ഇവയൊക്കെ ഉപേക്ഷിക്കുവാനും നമുക്ക് കഴിയുള്ളൂ. ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറി വരുന്ന കള്ളനും കവർച്ചക്കാരനുമായ പിശാചിൻ്റെ ശബ്ദമാണ് വിവിധ പാഷാണ്ഡ മതങ്ങളിലൂടെ, പേഗൻ റിലിജിയൻസ്, പാഷാണ്ഡ ഉപദേശങ്ങളിലൂടെ, പേഗൻ ഡോക്ട്രിൻസ്, അന്യ ആരാധനകളിലൂടെ, ആരാധനാമൂർത്തികളിലൂടെ, കർമാനുഷ്ഠാനങ്ങളിലൂടെ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. സോ റെക്കഗ്നൈസ് ആൻഡ് ഫോളോ ദ വോയിസ് ഓഫ് ദ ട്രൂ ഷെപ്പേർഡ് amidst various voices and influences of the devil. നമുക്ക് നല്ല ഇടയനായ നമ്മുടെ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാം. Savior, like a shepherd, lead us. Much we need thy tender care. Savior, like a shepherd, lead us. Much we need thy tender care. In thy pleasant pastures feed us. For our use thy fold prepare. Blessed Jesus, thou hast bought us, thine we are. Blessed Jesus, thou hast bought us, thine we are. We are thine, do thou befriend us, be the guardian of our way. Keep thy flock from sin, defend us, seek us when we go astray. Blessed Jesus, hear thy children when they pray. Blessed Jesus, hear thy children when they pray.
Thou hast promised to receive us, poor and sinful though we be. Thou hast mercy to relieve us, grace to cleanse and bar to free. Blessed Jesus, early let us turn to Thee. Blessed Jesus, early let us turn to Thee. Early let us seek Thy favor, early let us do Thy will. Blessed Lord and Holy Savior, with Thyself our bosoms fill. Blessed Jesus, Thou hast loved us, love us still. Blessed Jesus, Thou hast loved